ഇത് വളരെ സിമ്പിളായിട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ വൺസ് അഗെയിൻ ലെറ്റ് മീ വാംലി വെൽക്കം ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഹു ആർ ഹിയർ ഫോർ ദിസ് ലീപ്പ് ഓറിയൻറ്റേഷൻ ആണ്. ഇത് എല്ലാ മാസം നമ്മൾ നടത്തുന്ന ഒരു സെഷനാണ്. എല്ലാ ബാച്ചസിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇതിനെപ്പറ്റി ഒരു കോൾ അബൌട്ട് ദിസ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മാസത്തിലൊരിക്കൽ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. അപ്പം ആദ്യം ഈ ഒരു സെഷന് ചില Q&A ബേസ് ചെയ്തിട്ട്, Q&A മീൻസ് നമുക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസും ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്കൊരു Q&A ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഓൺ വാട്ട് ഈസ് ലീപ്പ് എന്നുള്ളത്. ലീപ്പ് വെരി സിമ്പിൾ. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ലീഡർഷിപ്പ് എംപവർമെൻറ്റ് ആക്സിലേറ്റർ പ്രോഗ്രാം, LEAP, ലീഡർഷിപ്പ് എംപവർമെൻറ്റ് ആക്സിലേറ്റർ പ്രോഗ്രാം. ഇതൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് വെച്ചാൽ 52 ആഴ്ചകളാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം 48 ആഴ്ചകളാണ്. എന്തുകൊണ്ടാണ് 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബിസി സ്കെഡ്യൂൾ ആയ കാരണം ചില ആഴ്ചകൾ നമുക്ക് മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് 52 ആഴ്ച നമ്മൾ ചെയ്യില്ല, 48 ആഴ്ച നമ്മൾ ചെയ്യണം. ബാക്കിയുള്ള ആഴ്ചകളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മിസ്സായത് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 48 ദിവസം വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും ഉണ്ടാവില്ല, ഇത് ഏത് ലാംഗ്വേജിലാണെന്നുള്ളത്. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് നടത്തി വരുന്നതാണ്. ഒരുപാട് ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിൽ 100ൻ്റെ മേലെ ഞങ്ങൾ ഫസ്റ്റ് അഡ്മിഷൻ. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അതിശയം എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത വ്യക്തികൾ വീണ്ടും ഈ പ്രോഗ്രാമിന് തന്നെ വന്നു. അപ്പം വീണ്ടും ഈ പ്രോഗ്രാമിന് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും സെയിം സിലബസ് ആണോ? സിലബസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പം ഡിസംബറിൽ ജോയിൻ ചെയ്ത വ്യക്തികൾ ജാനുവരി ബാച്ച് ആകുമ്പോഴേക്കിന് സിലബസ് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ 7ാമത്തെ ആഴ്ചൻ്റെ കംപ്ലീറ്റ് ഇന്ന് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നത് ആ അപ്ഡേറ്റ്സ് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി ചിലവാക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. സോ വാട്ട് ലാംഗ്വേജ്? ഇതുവരെ ഞങ്ങൾ ഇംഗ്ലീഷിലാണ് എടുത്തിരുന്നത്. ഞങ്ങൾക്കുള്ള ക്ലയൻസ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത കൺട്രിയിൽ നിന്ന് ഇൻക്ലൂഡിങ് നേറ്റീവ് അമേരിക്കൻസും എല്ലാവരും ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ. ഈ ഒരു ജാനുവരി മുതൽ 2025 ജാനുവരി മുതൽ ഞങ്ങൾ മലയാളത്തിലും എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊക്കെ റെക്കോർഡിംഗ് ഒക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി. മലയാളത്തിലാണെങ്കിൽ പോലും ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷും നിങ്ങൾക്ക് മലയാളം രണ്ടിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്. അതിൻ്റെ സിസ്റ്റമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡ്യൂറേഷൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 ആഴ്ചകളാണ്. അതായത് ഒരു വർഷം എന്ന് ഞങ്ങൾ പറയില്ല, പക്ഷേ 48 ആഴ്ചകളാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ടാവുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു 25 ഇയേഴ്സിന് അബോവാണ് പറഞ്ഞത്. 25 വയസ്സും അതിന് മേലുള്ളവർക്കാണ് ഈ ഒരു കോഴ്സ് ഏറ്റവും നല്ലത്. പക്ഷേ അത് വിചാരിച്ചിട്ട് പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഇത് പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള പഠിക്കാൻ പറ്റിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വരുന്നതിന് യാതൊരു പ്രശ്നമില്ല, അവർക്ക് വന്ന് ജോയിൻ ചെയ്യാം. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ 25 ആൻഡ് അബോവ്. കാരണം സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഇതിന് ജോയിൻ ചെയ്യേണ്ടത്. വെറുതെ ടൈം പാസ് ചെയ്യാനുള്ള പ്രോഗ്രാം അല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് ഇത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഹൗ ടു ജോയിൻ. എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ സിമ്പിൾ. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ്, അല്ലാതെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് ആകെ അറിയേണ്ടത് ആർ യു റെഡി ടു ലേൺ എന്ന് മാത്രം. എത്ര പേരുണ്ട് ശരിക്കും ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന? എത്ര പേരുണ്ട്? ആയിന്ന് ടൈപ്പ് ചെയ്യാം. ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അതിനുവേണ്ട ലീഡർഷിപ്പിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ലീഡർഷിപ്പിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ മാറും എന്നുള്ള. യു ആസ് എ ലീഡർ യു വിൽ ചേഞ്ച്. ഇതിൽ വന്നിട്ടുള്ള കുറേ ഇതിലിപ്പം കുറേ പേര് ഇതിൽ പങ്കെടുത്തുള്ളവരുണ്ടെന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ അവിടെ അവരോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായെന്നുള്ള ചോദിക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലി ഡെവലപ്പ് ചെയ്യും. ഫാമിലിയിലെ എൻവയൺമെൻറ്റ് മാറി. ഒരുപാട് പേര് ഞങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർ പറയാൻ തുടങ്ങി ഞങ്ങളുടെ ഫാമിലിയിലെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയില്ല. ഓർഗനൈസേഷനിൽ മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു കമ്പനി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ഓർഗനൈസേഷനിൽ മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ മാറ്റങ്ങൾ വരും. ഇത് പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ലോട്ടറി ടിക്കറ്റിൻ്റെ പോലെയല്ല. നിങ്ങൾ വന്ന് ജോയിൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ചസ് വരാൻ പോകുന്നില്ല. വളരെ സ്ലോ ആയിട്ട് ഉണ്ടാവുള്ളൂ. പേഷ്യൻസ് വേണം, അല്ലാതെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല.
ലീഡർഷിപ്പ് ഇസ് നോട്ട് എ 1 day പ്രോഗ്രാം, ഇറ്റ്സ് എ എവറി ഡേ പ്രോഗ്രാം. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? ഒരു ദിവസം കൊണ്ട് ലീഡർ ആവാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം, പേഷ്യൻറ്റ്. അതാണ് ഇത് 1 year പ്രോഗ്രാം ആയിട്ട് വെച്ചിട്ടില്ല. എല്ലാം നിങ്ങൾ വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മാറാം, പെട്ടെന്ന് മില്യണർ ആവാമെന്ന് പറഞ്ഞ പ്രോഗ്രാം ഒന്നുമല്ല. ഇതിന് ക്ഷമ വേണം. ക്ഷമിച്ച് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അത് കൂടാതെ നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈഗിൾസ് എന്നാണ് പറയാം. ഈഗിൾസിൻ്റെ ഒപ്പം ഇരുന്നാൽ മാത്രമേ അവരെങ്ങനെ ചിന്തിക്കണം, അവരെങ്ങനെ പറയണം, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെങ്ങനെ ഇൻസ്പയർ ചെയ്യണം, അത് ആ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ വരുള്ളൂ. അല്ലാതെ പക്ഷേ എന്താ പറ്റുക, ഇവിടെ നിങ്ങൾ പഠിച്ച് പോയിട്ട് പിന്നെ നിങ്ങൾ ഓർഗനൈസേഷൻ പോകുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ കൾച്ചറൊക്കെ എന്തായിരിക്കും, ഒരു ടോക്സിക് എൻവയറമെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഇത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? ജസ്റ്റ് ഗിവ് മി ദ ആൻസർ. യെസ് ഓർ നോ? വാട്ട് ഡു യു തിങ്ക്? The answer is absolutely correct, because you can't apply this. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു ഹാവ് ടു ഡെവലപ്പ്. അതിന് കുറച്ച് ടൈം എടുക്കും. So you have to be here. So duration, we said how to join. Joining is absolutely easy to join. ഇനിയുള്ളത് എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, എന്താണ് പഠിപ്പിക്കൽ, എന്താണ് അതിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം, എന്താണ് ടൈമിങ്, ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കുക? ഇത് പഠിക്കാനുള്ള ടൈമിങ് നോക്കുക. ആദ്യം നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാവും എല്ലാ ആഴ്ച. ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള 2-3 വീഡിയോസ് ചേർന്നാണ് ഞങ്ങൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. ഒരു സിലബസ്, ഒരു ആഴ്ചക്ക് ഒരു സിലബസ് ഉണ്ടാവും. ഓരോരോ സിലബസും ഓരോ ആഴ്ച ഓരോ സിലബസ്. ഒരു സിലബസും അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ഒരിക്കലും ആവർത്തിക്കില്ല. അപ്പം ഓരോ ആഴ്ച 48 ആഴ്ച ഉണ്ട്. 48 സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്തേ മതിയാവും. അത് മിനിമം ആണ്, നിങ്ങൾ കവർ ചെയ്തേ മതിയാവും. അപ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ ആ വീഡിയോ കാണാം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയേക്കുക. എത്ര പേർക്ക് അത്രയും ഭാഗം മനസ്സിലായി? ഒന്ന് ഗോട്ട് ഇറ്റ് GI എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ആക്സസ് തരും. നിങ്ങൾക്ക് വീഡിയോസ് വാച്ച് ചെയ്യുക. അത് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. സെയിം ടോപ്പിക് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലും. നിങ്ങൾക്ക് മലയാളം വാച്ച് ചെയ്യാം, ഇംഗ്ലീഷ് വാച്ച് ചെയ്യാം. 10 പ്രാവശ്യം അല്ല 100 പ്രാവശ്യം വാച്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കുക. നോട്ട്സ് എഴുതി വെച്ച് വാച്ച് ചെയ്തിട്ട് നോട്ട്സ് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഗ്രോ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിനൊക്കെ നിങ്ങൾ എത്രയോ വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതായിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ആഴ്ചയിൽ ഒരു ദിവസം മനസ്സിലാക്കുക, ശരിക്കും മനസ്സിലാക്കുക. MMA എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്തിടണം. 12 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു MMAയിൽ. എന്താണ് MMA? MMA സ്റ്റാൻഡ്സ് ഫോർ മാസ്റ്റർ മൈൻഡ് അക്കാഡമി. മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്ന് പറഞ്ഞ വ്യത്യസ്ത വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാടെണ്ണുണ്ട് ഇപ്പോൾ ഇവിടെ. അതിൽ ഒരു ഗ്രൂപ്പ് നിങ്ങളിപ്പം മാർച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർച്ചിൽ ഒരു MMAയിലായിരിക്കും നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക. അങ്ങനെ ഒരുപാട് MMAs ഉണ്ടാവും. ഓരോ MMAയിൽ ഓരോരോ മാസ്റ്റർ മൈൻഡ് അക്കാഡമിയിൽ 12 പേരുണ്ടാവുള്ളൂ. അത് ഇംഗ്ലീഷ് അക്കാഡമി ഉണ്ടാവും, അതേപോലെ മലയാളം അക്കാഡമി ഉണ്ടാവും. അത്രയും ഭാഗം എത്ര പേർക്ക് മനസ്സിലായി? ഇംഗ്ലീഷ് അക്കാഡമി, നിങ്ങൾ ഇംഗ്ലീഷാണെന്ന് ചോദിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷ് അക്കാഡമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മലയാളം ചോദിക്കുന്നത് വെച്ചാൽ മലയാളം അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് അത്രയും ഭാഗം മനസ്സിലായി? ഗോട്ട് ഇന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേർക്ക് അത് മനസ്സിലായി? GI എന്ന് ടൈപ്പ് ചെയ്യുക. എത്ര പേർക്ക് അത് മനസ്സിലായെങ്കിൽ ഗുഡ്. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ വാച്ച് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങളൊരു MMA ഗ്രൂപ്പിലുണ്ടാവും. അത് ചിലപ്പം കാലത്തായിരിക്കാം, ചിലപ്പം വൈകുന്നേരമായിരിക്കാം. അത് ടൈമിങ് നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തരും. അതേ സമയത്ത് ഇപ്പോൾ ഈ ഒരു മാർച്ച് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും റമദാൻ്റെ മാസമാണ്. അപ്പോൾ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ടൈമിംഗ് ഉണ്ടാവുക. ചിലത് കാലത്തായിരിക്കും, ചിലത് വൈകുന്നേരം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതിലാണ് വരേണ്ടതെന്നുള്ളത്. ഞങ്ങൾ പറയില്ല, ഞങ്ങൾക്ക് ഓപ്ഷൻ തരും. ഇതാ ഒരു MMA രാവിലെ നടക്കുന്നുണ്ട്, ഒരു MMA ഈവനിങ് നടക്കുന്നുണ്ട്. ഏത് MMA ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ ജോയിൻ ചെയ്യാം. അത്രയും ഭാഗ്യം എത്ര പേർക്ക് മനസ്സിലായി? MMA നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതിലാണ് വേണ്ടതെന്നുള്ളത് എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് ഇറ്റ്. CC എന്ന് ടൈപ്പ് ചെയ്യുക. ക്രിസ്റ്റൽ ക്ലിയർ. അത്രയും ഭാഗം ഏതിൽ ക്ലാസ്സിലാണ് വേണ്ടത് അതിൽ. ഓരോരോ MMA അതായത് ഓരോരോ മാസ്റ്റർ മൈൻഡ് അക്കാഡമിയിലും ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അതിനാണ് നമ്മൾ മാസ്റ്റർ മൈൻഡിങ് എന്ന് പറയുന്നത്. അത് ചിലപ്പം രാവിലെ ആയിരിക്കാം, വൈകുന്നേരം ആയിരിക്കാം. നിങ്ങൾ ഏത് ക്ലാസ്സാണ് സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു MMA ഉണ്ടാവും. അതായത് മാസ്റ്റർ മൈൻഡ് MMAയിൽ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് 1 മണിക്കൂറത്തെ സെഷന് ആ ഫെസിലിറ്റേറ്റർ ആ ഒരു വീഡിയോ, ആ ഒരു ആഴ്ചത്തെ കോണ്ടന്റ് എന്താ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചർച്ച ചെയ്യും.
അതായത് എൻ്റെ വീഡിയോനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്തു, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, എവിടെ അത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ഡിസ്കഷനാണ് നടത്തുക. അല്ലാതെ വീഡിയോ നന്നായിരുന്നു, സെൻസൈൻ്റെ ഇത് കോണ്ടന്റ് നന്നായിരുന്നു എല്ലാം പറയല്. പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനെ ശരിക്കും പ്രാക്ടിക്കലിലേക്ക് ആക്കും. എത്ര പേർക്ക് അത് മനസ്സിലായി? It's not about watching the video, it's about how you discuss on the video and ask yourself, what did you learn and how can you apply that in your personal life and how did you apply that in your professional life and so forth. How many of you got that? Just say I. How many of you got it? Say I. Okay, I forgot to speak in English. Number one, it's a 48-week program. It's a mentorship program, and it's called the Leadership Empowerment Accelerator Program. What you do is you can join it anytime. We have got different mastermind groups. It can be either in English or in Malayalam. You can choose the one that you want. It can be in the morning or it can be in the evening. So every mastermind academy has got a facilitator who would be helping you every week, where you will be having 1 hour session with the facilitator and you will be discussing about the videos that are shared with you every single week. The video would be around about 30 to 1 hour duration, and it would be in a very simple language, either in Malayalam or English. Now you will be having access to both the Malayalam as well as English videos. You can watch them hundreds of times. It doesn't matter. How many of you got it? Just type CC, crystal clear. CC, crystal clear. ഇനി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഞാനൊരു തിങ്കളാഴ്ച വൈകുന്നേരമുള്ള മാസ്റ്റർ മൈൻഡാണെന്ന് വിചാരിക്കുക. ആ തിങ്കളാഴ്ച മാസ്റ്റർ മൈൻഡിൽ എൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ എക്സ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുക. അദ്ദേഹമായിരിക്കും നമ്മൾ ഒരു വർഷത്തിനും അദ്ദേഹമായിരിക്കും നമ്മളെ ഫെസിലിറ്റേറ്റർ. ആ ക്ലാസ്സിന് പങ്കെടുക്കാം. അതുകൂടാതെ ഇവിടെ നടക്കുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി എല്ലാ മാസത്തിലും വ്യത്യസ്ത മാസ്റ്റർ മൈൻഡ്സ് നടക്കുന്നുണ്ട് ഇവിടെ. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എത്ര പേർക്ക് മനസ്സിലായി? അതായത് ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾക്ക് ഏതൊരു മാസ്റ്റർ മൈൻഡിൽ പോയിട്ട്, അത് ഇംഗ്ലീഷ് ആയാലും വേണ്ടില്ല, മലയാളം വേണ്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടംമാതിരി MMA നടക്കുന്നത്, അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാം. എത്ര പേർക്ക് അത് മനസ്സിലായി? ലിമിറ്റേഷൻ ഇല്ല. വി ആർ ആബ്സൊല്യൂട്ട്ലി ഫ്രീ. യു ക്യാൻ ഗോ ആൻഡ് ജോയിൻ, യു ക്യാൻ ലേൺ, യു ക്യാൻ എക്സ്പ്ലോർ, യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. എവറിത്തിങ് ഈസ് പ്രൊവൈഡഡ് ദെയർ. എത്ര പേർക്ക് അത് മനസ്സിലായി? ഒരു MMA മാത്രമല്ല, ഒരു MMA നിങ്ങളെ ക്ലാസ്സിനാണ്. അത് കൂടാതെ വേറെ MMAs നടക്കുന്നത്, അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഒരു റിസ്ട്രിക്ഷൻസ് ഇല്ല. എത്രത്തോളം നിങ്ങൾ പഠിക്കണോ അത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷം. How many of you got it? Good. So that was one question extra. ബിസി സ്കെഡ്യൂളാണ്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ചിലരുണ്ട് പൈലറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്. അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാൻ ഇത് പറഞ്ഞതുപോലെ ഒരുപാട് മാസ്റ്റർ മൈൻഡ്സ് നടക്കണം. നിങ്ങളുടെ മാസ്റ്റർ മൈൻഡും നടക്കുന്നുണ്ടാവും, മറ്റേ അക്കാഡമീസിൻ്റെ മാസ്റ്റർ മൈൻഡ്സും നടക്കണം. വ്യത്യസ്ത, ചിലപ്പം നിങ്ങൾ ആദ്യത്തെ ആഴ്ചത്തെ ഒരു ആളായിരിക്കാം, പക്ഷേ വേറെ മാസ്റ്റർ മൈൻഡ് 4ാമത്തെ വീക്കായിരിക്കാം, മറ്റേത് 12ാമത്തെ വീക്കായിരിക്കാം. അത് പഠിക്കണതിന് വലിയ തെറ്റുണ്ടോ? യെസ് ആണോ? പഠിക്കണതിൽ വലിയ തെറ്റുണ്ടോ? ഓരോ ആഴ്ചയിലും പഠിപ്പിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളെക്കാളും സീനിയേഴ്സിൻ്റെ ക്ലാസ്സിലും പോയിട്ട് അവരെ സീനിയേഴ്സ് എന്താ പഠിക്കണം അതും നിങ്ങൾക്ക് പഠിക്കാം. ഒരു കുഴപ്പമില്ല. അതിന് നോട്ട്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാതിരിക്കാം. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ നോട്ട്സ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. അത് മാത്രമല്ല, 2 മാസം കഴിഞ്ഞ് നിങ്ങൾ പറയാൻ എനിക്കൊരു ഇതിൻ്റെ ഫെസിലിറ്റേറ്റർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഫെസിലിറ്റേറ്ററിന് ട്രെയിനിങ് തരും, അബ്സൊല്യൂട്ട്ലി ഫ്രീ. എത്ര പേർക്ക് അത് ഇഷ്ടം? ഫെസിലിറ്റേറ്റർ ആക്കും. നിങ്ങളുടെ ട്രെയിനിങ് എങ്ങനെ നിങ്ങൾക്ക് ട്രെയിനർ ആവാം, ഫെസിലിറ്റേറ്റർ ആവാം, നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ കറേജ് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അതിന് യാതൊരു പൈസ ഇല്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരും ഞങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിട്ട്. സോ വി ആർ ഹിയർ ടു ഡെവലപ്പ് ആൻഡ് ഗ്രോ യു. Okay, so that you can become a good facilitator and leader tomorrow. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ തന്നെ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. So we don't charge anything for that, and we'll grow you there. Okay, so that's a busy schedule. Can anyone join? Anyone can join. നേരത്തെ ഞാൻ വയസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഒരു പ്രത്യേക വയസ്സ് ഞാൻ പറഞ്ഞു 25 years and above. That is the minimum that you are looking for. But anyone, any industry, even if it is a student can join in, even if it's a working profession can join, an entrepreneur can join, അതൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ, ഹോം മേക്കർ ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞങ്ങൾക്ക് ഒരു റിസ്ട്രിക്ഷൻ ഇല്ല. ആസ് ലോങ് ആസ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, വളരാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ വരാം. അല്ലാതെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ജിമ്മിലൊക്കെ പോയി രജിസ്ട്രേഷൻ ചെയ്യണ പോലെ ഇവിടെ വരേണ്ട. ദിസ് ഇസ് നോട്ട് എ പ്ലേ ഗെയിം. അതിനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് അല്ല അത്. ദിസ് ഇസ് എ ലേണിംഗ് ഗ്രൗണ്ട്. ഇഫ് യു വോണ്ട് ടു ഗ്രോ ആൻഡ് എക്സൽ, യു ആർ ആബ്സൊല്യൂട്ട്ലി വെൽക്കം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ യു ആർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഉണ്ടായത്,
വിൽ ഐ ഗെറ്റ് സെൻസൈസ് ലെസൺ, അതായത് സെൻസൈൻ്റെ ക്ലാസ് കിട്ടും, അതായത് എൻ്റെ ക്ലാസ് കിട്ടുമെന്ന്. എല്ലാ മാസ്റ്റർ മൈൻഡിലും ഇത് ശ്രദ്ധിക്കുക, ആഴ്ചയിൽ നടക്കണമല്ലോ, ഒരുപാട് മാസ്റ്റർ മൈൻഡ്സ് 10-20 മാസ്റ്റർ മൈൻഡ്സ് നടക്കുന്നുണ്ട്, വ്യത്യസ്ത ഏരിയാസിൽ നടക്കുന്നുണ്ട്, വ്യത്യസ്ത മന്തിൻ്റെ മാസ്റ്റർ മൈൻഡ് നടക്കുക. എല്ലാ സ്ഥലത്തും എനിക്ക് പോകാൻ പറ്റില്ല, പക്ഷേ എന്നൊക്കെയാണ് ഒഴിവുള്ളത് ഞാൻ ഒരു 5-10 മിനിറ്റ് എല്ലാ മാസ്റ്റർ മൈൻഡ്സിലും മുഖം കാണിച്ചിട്ട് ഞാൻ അവരുടെ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യും എല്ലാ ആഴ്ചയിലും. അതുകൂടാതെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച 9 മണി മുതൽ 10:15 വരെ, ചിലപ്പോൾ 10:15 പോയിട്ട് അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ ആ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഫേസ് ടു ഫേസ് എങ്ങനെയാണോ അതേപോലെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരുന്നു. എത്ര പേർക്ക് അത് ഇഷ്ടമാണ്? സേ I'll be clearing every doubt. എല്ലാ ഞായറാഴ്ചകളിലും you can ask me questions either in English or in Malayalam, and I'll be clearing all your doubts with relation to നിങ്ങൾ ലീഡർഷിപ്പ് മാത്രമല്ല അത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പം നിങ്ങളൊക്കെ യൂട്യൂബിൽ കാണുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നടക്കുന്നത്. ചിലർ ചോദിക്കൽ ഇത് എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ആരാണ്, എപ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഈ ഞായറാഴ്ച 9 മണി മുതൽ 10:15 വരെ നടക്കുന്ന റെക്കോർഡിങ്ങിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? എന്ന് ടൈപ്പ് യൂട്യൂബിൽ നിങ്ങൾ കാണുന്നത് ഈ ഞായറാഴ്ച നടക്കുന്ന സെഷൻസിന്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ഞായറാഴ്ച ദിവസങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ ഉത്തരങ്ങളും ഞാൻ ഓൺ ദ സ്പോട്ട് ആയിരിക്കും തരില്ല. സോ ദെൻ കംസ് ഇതിൻ്റെ റോഡ് മാപ്പ് എങ്ങനെ ഇതിൻ്റെ റോഡ് മാപ്പ്. Sunday sessions limited to leaders course participants only. It's open only currently. It's open to all those my students who are attending my courses. In the course attend cheyyunnavaru maatrame ullu 9 o'clock mudal 10:30 course attend cheyada aarkku illa. It has to be, you must be attending the leap program allengil ipo recently kayinja 2-3 programs and it's called the growth setting program, advanced growth setting program, ease nanya program, angathe vyathyasa program adokke short term programs, just 3 ദിവസം 5 ദിവസത്തെ program അതിൽ ജോയിൻ ചെയ്തവർക്ക് ഞങ്ങൾ ഇപ്പം ഫോർ ടൈം പീരീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബട്ട് the actuality is only for the leap program. ലീപ്പ് എന്ന് പറഞ്ഞാൽ 1 year പ്രോഗ്രാമിന് ജോയിൻ ചെയ്തവർക്ക് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഫ്രീ ആയിട്ട്. എല്ലാവർക്കും നിങ്ങൾ അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ലീപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കണം, നിങ്ങൾ എന്നോട് ഇത് 1-on-1 കിട്ടണം എന്ന് വിചാരിക്കുക. 2 ഓപ്ഷൻസ് ഉണ്ട്. എത്ര ഓപ്ഷൻസ് ടൈപ്പ് ചെയ്യുക? 2 എന്ന് ടൈപ്പ് ചെയ്യുക. കറക്റ്റായി ഞാൻ പറഞ്ഞു, ചിലർക്ക് ആ സംശയമുണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ബന്ധപ്പെടാൻ. എല്ലാവരും ചോദിക്കില്ല എങ്ങനെ എനിക്ക് സെൻസൈനായിട്ട് ബന്ധപ്പെടണം, എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള. 2 ഓപ്ഷൻസ്. ഒരു ഓപ്ഷന് നിങ്ങൾക്ക് 599 റുപ്പീസ് കെട്ടിയേക്കണം. 599 റുപ്പീസ് കിട്ടുക. ഇതെന്താണ് കാരണം വെച്ചാൽ ഇത് ഫ്രീ ആയിരുന്നു ആദ്യം, പക്ഷേ ഞങ്ങൾ ഫ്രീ ആക്കിയപ്പം ടോം, ഡിക്ക് ആൻഡ് ഹാരി എല്ലാവരും വരാൻ തുടങ്ങി, എൻ്റെ ടൈം വേസ്റ്റ് ആക്കാൻ തുടങ്ങി. അതുകൂടാതെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ശരിക്കും പാങ്കിളി ചോദ്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തീരെ സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങി, എൻ്റെ ടൈം വേസ്റ്റ് ആകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതൊരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 599 വെച്ചത്. ഒന്ന് ടൈപ്പ് ചെയ്യാം, 599 ഒന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാവരും 599 റുപ്യ ഞങ്ങൾ ചാർജ് ചെയ്യും. ഓക്കെ, അത് വെറുതെ ഒന്നിനല്ല, അതായിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോലില്ല, പക്ഷെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ഒരു ക്വസ്റ്റ്യൻ 15 മിനിറ്റ് ആയിരിക്കും ഞാൻ ആ വ്യക്തിനെ അഡ്രസ്സ് ചെയ്യാം. 15 മിനിറ്റ് അഡ്രസ്സ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഏതാണ് ഒരു ഏരിയ, അദ്ദേഹത്തിന് എന്താണ് സ്റ്റക്ക് ആയിട്ടുള്ളത്, അതിന് ആൻസർ അവരെ കൊണ്ട് തന്നെ ഞാൻ 15 മിനിറ്റ് കൊണ്ട് പറയിപ്പിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ, ഒരു കണ്ടീഷൻ ഉണ്ട്. ആ വ്യക്തി ഇതായിരിക്കണം, വാട്ട് യു കോൾ, കൺഫേം ചെയ്യണം അത് യൂട്യൂബിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. കാരണം ഇവിടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതേപോലത്തെ ക്വസ്റ്റ്യനിൽ കൂടെ പോകണ്ടാം, അതേപോലത്തെ സാഹചര്യത്തിൽ കൂടെ പോകണ്ടാം. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു കേസ് സ്റ്റഡി പോലെ ആയിരിക്കും ആ റെക്കോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ റെക്കോർഡ് ചെയ്യും, അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യും. എത്ര പേർക്ക് അത് മനസ്സിലായി? 599. ഇപ്പോൾ ചിലർ പറയാണ് സെൻസേ അത് എനിക്ക് പറ്റില്ല, യൂട്യൂബിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ഫേസ് ഒന്നും കാണിക്കില്ല കേട്ടോ. യൂട്യൂബിൽ പോകുമ്പോൾ നിങ്ങൾ ഫേസ് കാണിക്കുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട്? യൂട്യൂബിൽ നിങ്ങൾ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല, പേര് പറയേണ്ട ആവശ്യമില്ല, എവിടെ നിന്ന് പറയാം, നിങ്ങൾ ഐഡന്റിറ്റി എന്നോടും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് പറയണ്ട. ഐഡന്റിറ്റി ഒന്നും അറിയാതെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ തരും. ഞാനിത് ലീപ്പിലല്ലാത്ത ആൾക്കാരെ കാര്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾ പറയാൻ എനിക്ക് യൂട്യൂബിൽ വരണ്ട, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ സെഷന് 60 മിനിറ്റ് വരെയാണ്. 60 ടൈപ്പ് ചെയ്യാം. ഒരു വ്യക്തിക്ക് യൂട്യൂബിൽ വരാൻ ആഗ്രഹമില്ലെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം. അതിന് 60 മിനിറ്റാണ് ഞാൻ, അതായത് 1 മണിക്കൂറാണ് ഞാൻ വ്യക്തിനായിട്ട് സംസാരിക്കുക. എല്ലാവരും ടൈപ്പ്, എനിക്ക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ആ 60 മിനിറ്റിന് 15,000 റുപ്പീസ് ആദ്യം കെട്ടിവെച്ചാൽ മാത്രമേ എന്നിട്ട് സംസാരിക്കാൻ പറ്റൂ. എത്ര പേർക്ക് ഇത് ക്ലിയർ ആയി?
അത് യൂട്യൂബിലോ എവിടെയും റെക്കോർഡും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. 15,000 റുപ്പീസ് കെട്ടി വെക്കുന്നവർക്ക് മാത്രമേ ആ 60 മിനിറ്റ്സ് അത് എന്ത് തന്നെയാലും ബിസിനസ് ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏത് ഏരിയാസാണ് അവർ സ്റ്റക്ക് ആയിട്ടുള്ളത് അവർ എന്നോട് സംസാരിക്കാം ആൻഡ് ദേ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. അത് എവിടെയും റെക്കോർഡ് ചെയ്യില്ല, അത് പോസ്റ്റും ചെയ്യില്ല. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക, CC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ചിലർക്ക് ഈ ഡൗട്ട് ഉണ്ട്, ഇത് എപ്പോഴാണ് ഈ റെക്കോർഡിങ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് എനിക്ക് രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ എനിക്ക് മെസ്സേജസാണ് വരുന്നത്, ഒരുപാട് ടെലിഫോൺ കോൾസ് വരില്ല, ഞാൻ ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. എൻ്റെ ടെലിഫോൺ നമ്പേഴ്സൊക്കെ പബ്ലിക്കാണ്, പക്ഷേ ഞാൻ ഒരു ടെലിഫോൺ കോളും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ദ റീസൺ വൈ എവറിത്തിങ് ഹാസ് ടു ബി ക്രിസ്റ്റൽ ക്ലിയർ. ഇഫ് യു വാണ്ട് മൈ അഡ്വൈസ്, ദർ ആർ 2 ഓപ്ഷൻ. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. മൂന്നാമത്തെ ഓപ്ഷനാണ് ലീപ്പിൽ നിന്ന് പറഞ്ഞ പ്രോഗ്രാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് യാതൊരു ഫീസും ഇല്ല. ദാറ്റ്സ് absolutely free. How many of you got it? So one is free, one is $599 and one is 15,000. How many of you got it? CC in the type here. So I know that you have understood that. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ള ചിലർക്ക് അറിയില്ല. ഓക്കെ, സോ ബിസിനസ് സ്കെഡ്യൂൾ, സെൻസൈസ് ക്ലാസ്, റോഡ് മാപ്പ്. ഇനി റോഡ് മാപ്പ് പറയാം. ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞു 48 ആഴ്ചകളാണ്. ഈ 48 ആഴ്ചനെ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം. 4 ടൈപ്പ് ചെയ്യാം, 4 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഓരോന്നിനും സ്റ്റേജ് 1 അല്ലെങ്കിൽ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്നാണ് പറയുന്നത്. 4 ഡിഫറെൻറ്റ് ഫേസസ് കൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾ ഈ 48 ആഴ്ചകൾ. ആദ്യത്തെ ഫേസ് എന്ന് വെച്ചാൽ 12 ആഴ്ച, രണ്ടാമത്തെ ഫേസ് 12 ആഴ്ച, മൂന്നാമത്തെ ഫേസ് 12 ആഴ്ച, നാലാമത്തെ ഫേസ് 12 ആഴ്ച. ഇത് ടോട്ടൽ ആകുമ്പോഴാണ് 48 വീക്സ് നിങ്ങൾ കവർ ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങളുടെ എക്സ്ട്രാ ആണ്, നിങ്ങൾ ചില മിസ്സായത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 52 ആക്കാത്തത് നേരത്തെ പറഞ്ഞു. ഈ 12 ആഴ്ച ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ള. അടുത്തത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 12 ആഴ്ച ശരിക്കും മനസ്സിലാക്കുക. ഈ 12 ആഴ്ച എൻ്റെ ഫീസ് 30,000 റുപ്യാണ്. 30,000 എന്ന് എഴുതുക, എല്ലാവരും എഴുതുക. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 12 ആഴ്ച, ഓരോ 12 ആഴ്ചയും 30,000 റുപ്യാണ് ഫീസ്. ഓക്കെ, നമ്മൾ ആദ്യത്തന്നെ പറഞ്ഞുതരും, ഇത് ഒരു സീക്രട്ട് ആയിട്ട് നിങ്ങൾ വെക്കില്ല, വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് പറഞ്ഞത്. 30,000 റുപ്പീസാണ് ഓരോരോ 12 ആഴ്ച ഓരോ ഫേസിന്. അപ്പോൾ നമ്മൾ ടോട്ടൽ പറഞ്ഞത് 1,20,000. ഒന്ന് ടൈപ്പ് ചെയ്യുക, 1,20,000 ടോട്ടൽ ഫീസ്. ശരിക്കും മനസ്സിലാക്കാതെ അതിൻ്റെ ആക്ച്വൽ ഫീസ് 1,20,000 48 ആഴ്ചൻ്റെ. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ആയിട്ട് ഓഫർ. കഴിഞ്ഞ വർഷം കൊടുക്കുന്നത്, ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം തന്നെ കൊടുക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഓഫർ. അതായത് 12 ആഴ്ചയിൽ 30,000 പകരം 12,000 ആക്കി മാറ്റി. എത്ര പേർക്ക് അത് മനസ്സിലായി? 30,000 പകരം നേരെ 12,000 ആക്കി മാറ്റി. അപ്പം 12,000 ടോട്ടൽ 48 ആഴ്ച 48,000 റുപ്യ. എത്ര പേർക്ക് അത് മനസ്സിലായി? 48,000 എന്നടിക്കുക. ആദ്യം അത് ശരിക്ക് 1,20,000 റുപ്യാണ്, പക്ഷെ അത് നമ്മൾ കുറച്ചിട്ട് അത് 48,000 ആക്കി. ഓക്കെ, നാവ് ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഈ ജാനുവരി മുതൽ കാരണം ഞങ്ങൾ മലയാളം ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണം ഇപ്പം നടക്കുന്ന ലിമിറ്റഡ് ടൈം ഓഫറിൽ, ഓക്കെ, ജാനുവരി മുതൽ തുടങ്ങിയിട്ടുണ്ട്. എത്ര വരെ ഉണ്ടാവും എനിക്കറിയില്ല, പക്ഷെ ജാനുവരി മുതൽ തുടങ്ങി. ജാനുവരി മുതൽ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് ഫേസ്, അതായത് 24 ആഴ്ച 24,000 റുപ്യൻ്റെ പകരം അതിന് 2 ക്ലബ് ചെയ്ത് നിങ്ങൾ. അപ്പം 12 24, അതേപോലെ 12 24 48. ആ 12 12 സെറ്റിന് മിക്സ് ചെയ്തിട്ട് 60,000 റുപ്യ തരുന്നതിന് പകരം 60,000 തരണ്ട, 24,000 തരുന്നതിന് പകരം 24,000 തരണ്ട. രണ്ടും ചേർന്ന് കഴിഞ്ഞിട്ട് 24 ആഴ്ചക്ക് ഞങ്ങളിപ്പം വാങ്ങിക്കേണ്ടത് വെറും 15,000 റുപ്യാണ്. 15,000 ഒന്ന് എഴുതി വെക്കാൻ പറ്റും. അതാണ് നിങ്ങൾക്കുള്ള ഈ ഒരു ഫീസ്, അത്രേ ഉള്ളൂ. ആ 15,000 റുപ്യക്ക് നിങ്ങൾ ലോകത്ത് എവിടെ പോയി ചെന്നാലും നിങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളെ ഇൻറ്റൻഷൻ അത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എത്രത്തോളം ആൾക്കാർക്ക് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും എത്രത്തോളം ആൾക്കാർക്ക് ലീഡർഷിപ്പ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ്. അടുത്ത ഏപ്രിൽ മുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് ഞങ്ങൾ കൊണ്ടുവരും. 13 വയസ്സ് മുതൽ 19 വയസ്സ് ടീനേജേഴ്സിന്. ആ പ്രോഗ്രാമിൻ്റെ പേര് ടീൻ വിഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഉദ്ദേശം മാക്സിമം ലീഡർഷിപ്പ് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 15,000 റുപ്യ നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും ചാലഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഇനി എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം വന്നാൽ മതി. ശരിക്കും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങളെ കോണ്ടന്റ് കോപ്പപ്പ് ചെയ്താൽ മാത്രം നിങ്ങൾ തുടർന്ന് വന്നാൽ മതി. അല്ലെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. 100 നിന്ന് ടൈപ്പ് ചെയ്യുക, ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 100 നിന്ന് ടൈപ്പ് ചെയ്യുക, 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിക്കുക.
നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നത്തെ സെഷൻ ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഇവിടെ ഞങ്ങൾ ആരെയും കമ്പൽ ചെയ്യുന്നില്ല, കാരണം ലീഡർഷിപ്പ് കമ്പൽ ചെയ്തിട്ടുള്ള സംഭവമല്ല. നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമേ ലീഡർഷിപ്പ് നിങ്ങൾക്ക് വളരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മില്യണർ ആവും. ആ പരിപാടി ഇവിടെ ലീഡർഷിപ്പ് നടക്കില്ല. ലീഡർഷിപ്പ് ഹാസ് ടു കം ഫ്രം വിത്തിൻ. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നടക്കൽ. നിങ്ങൾ 1000 രൂപ തരും. 1000 രൂപ തന്നിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 2 ആഴ്ച പ്രോഗ്രാമിൽ വരാം. 2 ആഴ്ച എന്നൊന്നും ടൈപ്പ് ചെയ്യുക, എല്ലാവരും 2 വീക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. 2 ആഴ്ച നിങ്ങൾക്ക് പ്രോഗ്രാമിന് വരാം. പ്രോഗ്രാമിന് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വിചാരിക്കാം. അതായത് 14 ദിവസം നമ്മളൊപ്പം ജീവിക്കുക. ഞങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾക്ക് ഓരോരോ മാസ്റ്റർ മൈൻഡ് കാണാം, മാസ്റ്റർ മൈൻഡ് വീഡിയോസ് കാണാം, മാസ്റ്റർ മൈൻഡ് എങ്ങനെയാണ് നടക്കുന്നത് കാണാം, ഫെസിലിറ്റേറ്റേഴ്സിനെ പരിചയപ്പെടാം, ഫെസിലിറ്റേറ്റേഴ്സ് എങ്ങനെ ക്ലാസ് എടുക്കും കാണാം. അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 100% നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം 14,000 രൂപ തന്നാൽ മതി. അല്ലെങ്കിലോ നിങ്ങളുടെ 1000 രൂപ ഞങ്ങൾ തിരിച്ചു തരും. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ് ക്രിസ്റ്റൽ ക്ലിയർ? ജസ്റ്റ് ടൈപ്പ് ക്രിസ്റ്റൽ ക്ലിയർ. നിങ്ങൾ ഒരു പൈസയും മുടക്കണില്ല. 2 ആഴ്ച ഞങ്ങളൊപ്പം യാത്ര ചെയ്യുക, ലീഡർഷിപ്പിൽ യാത്ര ചെയ്യുക. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ സസ്റ്റൈനബിലിറ്റി ഇല്ലാത്ത വ്യക്തികൾ ഞങ്ങൾക്ക് വേണ്ട, ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കലും ലീഡർ ആവാനും പറ്റില്ല. അപ്പോൾ ലീഡർഷിപ്പ് ആ ഉള്ളിൽ നിന്ന് വരുന്നവർ മാത്രമേ ഞങ്ങൾ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ 2 ആഴ്ച ടൈം തരുന്നുണ്ട്. 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുക. 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുക ഇത് നല്ല കോഴ്സാണ്, മണിക്ക് വർത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ആഴ്ച വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൺഫേംഡ് ആയിട്ട് 14,000 തന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുതരൽ പരിപാടിയില്ല കേട്ടോ. പിന്നെ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു തരണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു 2 ആഴ്ച വരെ നിങ്ങൾക്ക് വിൽ ഗിവ് യു കംപ്ലീറ്റ് 100% മണി ബാക്ക് ഗ്യാരണ്ടി. ദാറ്റ് മീൻസ് യു ആർ കൺഫേമിങ് ഞങ്ങൾ ഉണ്ടാവും, ലാസ്റ്റ് വരെ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള പൂർണ്ണ സമൂഹത്തോടെ വന്നു കഴിഞ്ഞാൽ വിൽ മേക്ക് യു എ ബെറ്റർ ലീഡർ. ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബിക്കം എ ലീഡർ? സേ ഐ. This is straightforward. ഇവിടെ what do you call beating around the bush ഒന്നുമില്ല. ഇവിടെ സ്ട്രേറ്റ് ഫോർവേഡ് ടോക്കാണ്, the gentleman leaders ടോക്കാണ് ഇവിടെ നടക്കുന്നത്. Okay, so next one is outcome. You will become a better human being. You will become a better leader. വളരെ സിമ്പിൾ. ഒറ്റ ലൈനിൽ ഞാൻ ചോദിക്കണം. ചിലർ ചോദിക്കും ഇതിൻ്റെ ഔട്ട്കം എന്താണ്? ഔട്ട്കം യു വിൽ ബിക്കം എ ബെറ്റർ ലീഡർ. അത് 100% ഉറപ്പാണ്. നിങ്ങൾ ഒരു വർഷം ഞങ്ങളൊപ്പം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവും. അതിന് യാതൊരു സംശയമില്ല. യു ജസ്റ്റ് ഗിവ് us 1 year. ഞങ്ങളപ്പോൾ ഒരു വർഷം നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, എങ്കിൽ നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. വാട്ട് ഈസ് കവേർഡ്? എന്താണ് കവർ ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യം വരുമ്പോൾ എനിക്ക് ഞാൻ എന്താ ഇപ്പോൾ ഉത്തരം തരാമെന്നുള്ളത് എനിക്ക് തന്നെ ഭയങ്കര സംശയം. കാരണം വെച്ചാൽ ഞങ്ങളുടെ കോണ്ടന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന കോണ്ടന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 2 ആഴ്ച കഴിഞ്ഞാൽ കോണ്ടന്റ് മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് കോണ്ടന്റ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ faruqsensi.com എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കോണ്ടന്റ് അവിടെ ഉണ്ട്. പക്ഷെ ഒരിക്കലും അതാവണമെന്നില്ല, അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് മാറും. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ഇറ്റ് കീപ്സ് ഓൺ അപ്ഡേറ്റഡ്. എനിക്ക് തന്നെ അറിയില്ല അത് എപ്പോഴാണ് മാറുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് പോലും ഈ ഒരു ലൈവ് സെഷനേക്കാളും മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്തു. കാരണം പുതിയ ടീമിന് വേണ്ടി പുതിയ കോണ്ടന്റ് റെക്കോർഡ് ചെയ്തു. കാരണം എപ്പോഴും ഇറ്റ് കീപ്സ് ഓൺ അപ്ഡേറ്റഡ്. സോ എന്താണ് കോണ്ടന്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കോണ്ടന്റ് അറിയാം. ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ആർ ഗോയിങ് ടു ഫോളോ ദാറ്റ്. ഇറ്റ് വുഡ് ബി മച്ച് മോർ അപ്ഡേറ്റഡ് ദൻ വാട്ട് യു സീ ഓൺ അവർ വെബ്സൈറ്റ്. ഇനി അടുത്ത ചോദ്യം, സർട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നില്ല. സർട്ടിഫിക്കേഷനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. സ്ട്രേറ്റ് ഫോർവേഡ്. സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് പോയത്. 30,000 നിങ്ങൾക്ക് ഒരു വർഷം ആകുമ്പോഴേക്കും 15,000 30,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റിനാണ് ഇവിടെ വരുന്നത് വെച്ചാൽ ഇവിടെ വരണ്ട. ദിസ് ഇസ് നോട്ട് എ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. ഇവിടെ നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു വർഷം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പെർഫോമൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാം റെക്കോർഡ് ചെയ്യും. നിങ്ങളെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ആ 48 ആഴ്ച കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പക്ഷേ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരണ്ട. എത്ര പേർക്ക് മനസ്സിലായി? സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷേ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരരുത്. എത്ര പേർക്ക് മനസ്സിലായി? സർട്ടിഫിക്കറ്റിന് വേണ്ടി വരാണെങ്കിൽ ഇത് അതിനെ പറ്റിയ സ്ഥലമല്ല. കാരണം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കാണിച്ചു തരുന്ന പ്രൂവ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിങ്ങൾ ലീഡർഷിപ്പ് കാഴ്ച വെച്ചെന്നുള്ളത് ഇഫ് യു ക്യാൻ പ്രൂവ് ഇറ്റ്, that's when we certify you. Otherwise the certificate, സർട്ടിഫിക്കറ്റിന് ഒരു പേപ്പറിന് വില മാത്രമേ ഉള്ളൂ.
ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ശരിക്കും വാല്യുബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് സർട്ടിഫിക്കറ്റ് ആയാലും വേണ്ട, അത് നിങ്ങൾക്ക് കിട്ടുന്ന കോളേജ് സർട്ടിഫിക്കറ്റ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതായിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു പ്രത്യേകത ഉണ്ട്, എൻ്റെ സിഗ്നേച്ചറിൻ്റെ താഴെ ഞാനായിരിക്കും സൈൻ ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ സിഗ്നേച്ചറിൻ്റെ താഴെ എൻ്റെ 2 ടീച്ചേഴ്സിൻ്റെ ലൈസൻസ് ഹോൾഡർ എന്നുള്ള പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. അത് 2 ടീച്ചേഴ്സ് ലോകത്തിൽ നമ്പർ 1, ഒന്ന് ലെസ് ബ്രൗൺ, വേൾഡിലെ നമ്പർ 1 മോട്ടിവേഷൻ സ്പീക്കർ, അത് കൂടാതെ നമ്പർ 1 ലീഡർഷിപ്പ് കോച്ച് ആയിട്ടുള്ള ജോൺ സി മാക്സ്വെൽ, 2 ആളുടെ ലൈസൻസ് ഹോൾഡറാണ് ഞാനെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സൈൻ ചെയ്തത്. ദാർഫോർ ഈ ചിലർ ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റിന് പവർ ഉണ്ടോ? പവർ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ സിഗ്നേച്ചറിനാണ് പവർ. പക്ഷേ എൻ്റെ സിഗ്നേച്ചറിനേക്കാളും കൂടുതൽ പവർ നിങ്ങൾ കാണിക്കുന്ന ആക്ടിവിറ്റീസ്, നിങ്ങൾ കൊണ്ടുവരുന്ന റിസൾട്ടാണ് പവർ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ആണോ പവർഫുൾ, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്ന റിസൾട്ടിനാണ് പവർ? ഏതാണ് പവർ? സർട്ടിഫിക്കറ്റ് ഓർ റിസൾട്ട്? ഏതാണ് പവർഫുൾ? ഇസ് ഇറ്റ് മൈ സർട്ടിഫിക്കേഷൻ ഓർ ഇസ് ഇറ്റ് ദ റിസൾട്ട് ദറ്റ് യു പ്രൊഡ്യൂസ്? എപ്പോഴും മനസ്സിലാക്കുക, റിസൾട്ടാണ്. എൻ്റെ സർട്ടിഫിക്കറ്റിന് ഒരു വിലയില്ല. എക്സ്ക്യൂസ് മീ, എൻ്റെ സർട്ടിഫിക്കറ്റിന് വിലയില്ല. നിങ്ങൾ കാണിക്കുന്ന റിസൾട്ടിനാണ് വില ഉള്ളത്. ഇന്നേ വരെ ആരും എന്നോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. എല്ലാവരും കാണുന്നത് ഞാൻ ബ്രിങ് ചെയ്യുന്ന the result that what I bring, that is what people look for. How many of you got it? I want to make this very crystal clear. If those who want to join, they can join in today. If you have any questions, you can ask me questions as well. So what I'm going to do is I'm just opening the platform. ഇതായിരുന്നു എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ്റെ ബേസ് കറൻറ്റ് ഇത് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്, അല്ല ഒരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം അല്ല. സോ ഇറ്റ്സ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. സോ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവരെ സംസാരിച്ചത്. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ. സോ ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് ദിസ് ടു ദ നെക്സ്റ്റ് ലെവൽ. ഗിവ് മീ എ മൊമെന്റ്. എനിവൺ? ഹായ് സെൻസി. ഹായ്. ഷാനവാസാണ്. ഓക്കെ, പറയൂ. ഞാൻ GSM ഉണ്ടായിരുന്നു സാറിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ. സെൻസി, ഞാനിപ്പോ ഇവിടെ സൗദിയിൽ വർക്ക് ചെയ്യാണ് മാനേജറായിട്ട് ഹോൾസെയിലിന്റെ. അപ്പൊ നമുക്ക് പിന്നെ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടൈം റെക്കോർഡിങ്ങോ അങ്ങനെ ഉണ്ടാവോ? റെക്കോർഡിംഗ് കംപ്ലീറ്റ് അപ്ലോഡഡ് ആണ്. അപ്ലോഡഡ് ഉണ്ട്, ഓൾറെഡി ഉണ്ട് അതില്. മനസ്സിലായോ? റെക്കോർഡിംഗ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത്. ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ആദ്യം റെക്കോർഡിംഗ് കണ്ടിട്ടാണ് വരുന്നത്. ഓക്കെ, അതുണ്ട്. ലൈവ് ക്ലാസ് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ 10 വേറെ ഉണ്ട്, ബാക്കിലുണ്ട്. ഓരോന്ന് വരുന്നത് വ്യത്യാസം ഇൻസ്ട്രക്ടേഴ്സ് എടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒന്നിൽ ലിമിറ്റഡ് അല്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് വരുന്നത് നിങ്ങളെക്കാളും സീനിയേഴ്സ് ആയിട്ട് നടത്തുന്ന ക്ലാസ് മലയാളത്തിലും പങ്കെടുക്കാം, ഇംഗ്ലീഷിലും പങ്കെടുക്കാം, ഏതിലും വേണം പങ്കെടുക്കാം. നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മലയാളമാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് മലയാളത്തിലായിരിക്കും സംസാരിക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കൺവെർസേഷനൊക്കെ നടക്കുന്ന ഇംഗ്ലീഷിലായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ മാസ്റ്റർ മൈൻഡ് നിങ്ങൾക്ക് ഏത് ഭാഷയിലെ മാസ്റ്റർ മൈൻഡിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇംഗ്ലീഷും മലയാളത്തിലും പങ്കെടുക്കാം. വീഡിയോസ് ഇംഗ്ലീഷും മലയാളം നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ, നമ്മൾ അത് ഇംഗ്ലീഷോ മലയാളമോ എന്നില്ല, സ്പെസിഫിക് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതെ, അത് ആദ്യം സെലക്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കോഡ് ഉണ്ടാവും. ആ കോഡ് അനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ ട്രാക്ക് ചെയ്യണത്. നിങ്ങളെ പ്രോഗ്രസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളോട് ഇംഗ്ലീഷിലാണ് ജോയിൻ ചെയ്യാൻ പറയാം. മനസ്സിലായി? പക്ഷേ നിങ്ങൾക്ക് മലയാളത്തിൽ വീഡിയോ വാച്ച് ചെയ്യാം, ഇംഗ്ലീഷിൽ വീഡിയോ വാച്ച് ചെയ്യാം. മാസ്റ്റർ മൈൻഡ് മറ്റേ ടീച്ചേഴ്സിൻ്റെ മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ വാച്ച് ചെയ്യും. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ പങ്കെടുക്കുക അതിൽ. ലാംഗ്വേജ് ഇംപ്രൂവും കൂടി ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും ബെറ്റർ. അതെ, കാരണം ഇതിൽ അപ്പോൾ നിങ്ങൾ കൺവെർസേഷൻ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കൺവെർസേഷൻ, കാരണം ഇത് ഡയലോഗ്സാണ് വരുന്നത്, നിങ്ങൾ സംസാരിക്കണം. മനസ്സിലായില്ലേ? ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല. ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് പോലെയാണ് മാസ്റ്റർ മൈൻഡ് നടത്തൽ. നിങ്ങൾക്ക് ടോപ്പിക്സ് ഉണ്ടാവും, അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ഇവിടെ തെറ്റ് ശരിയെന്ന് പറഞ്ഞ് ആരെയും കളിയാക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഇവിടെ എല്ലാവരും സമം. ഇവിടെ ഞാനും അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ ആരും വലുത് ചെറുതെന്നൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് സിൻജെ. ഹായ്. ഐ എം സഫാന ഹിയർ. ഹായ്. ഞാൻ ജാനുവരി ബാച്ചിലാണ്. ഇപ്പം 6th വീക്കിലാണ് ഉള്ളത്. 5 വീക്സിലുള്ള മാസ്റ്റർ മൈൻഡ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ലീപ്പിൽ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ചേഞ്ചസ് എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഡേ ബൈ ഡേ ഞാൻ മാറുകയാണ്. അതേപോലെ തന്നെ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ഒരു ജോബ് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, അങ്ങനെയല്ല. അതായത് നമ്മളെ വീട്ടിൽ പോലും ലീഡർഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ഈ ഒരു ലീപ്പിൽ വന്ന ശേഷം എനിക്ക് മനസ്സിലായി. കാരണം നമ്മള് എവിടെയാണെന്നുള്ളതല്ല, നമ്മളുടെ ഓരോ ലൈഫിലെ ഓരോ ഭാഗങ്ങളിലും ഈ ഒരു ലീപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മളുടെ എത്തുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ലൈഫ് ടോട്ടലി നമ്മൾ ചേഞ്ച് ആവുകയാണ് ഈ ഒരു ലീപ്പിലൂടെ. മാസ്റ്റർ മൈൻഡിലൂടെ ആണെങ്കിൽ നമുക്കിപ്പം ഒരാൾക്ക് ഇപ്പൊ സംസാരിക്കാൻ വേണ്ടിട്ട് ബാക്കോട്ട് നിൽക്കുന്ന ഒരാളെങ്കിൽ ആ ഒരു മാസ്റ്റർ മൈൻഡിൽ വരുന്നതിലൂടെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട് ഓരോ ആളിനും. അപ്പൊ ലീപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഓരോ ആൾക്കാരും ചെയ്തിരിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ലൈഫിൽ. നമ്മൾ എവിടെയാണ് ഉള്ളത്, ഇപ്പം ലോഫ്റ്റ് കപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ എവിടെയാണ്, ഏത് കപ്പിലാണ്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറാം, അതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാക്ക് മാനേജ്മെന്റ് ആണ് ഈ ഒരു വീക്ക് 6 വരുന്നത്. അപ്പൊ എങ്ങനെ ആ ഒരു ഔട്ടർ ആയിട്ടുള്ളത്, അതുപോലെ ഇന്നർ ക്രാക്ക്, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാനൊക്കെ ഉള്ളത് നമ്മുടെ ആ ഒരു ലീപ്പിലൂടെ നമുക്ക് ശരിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഓരോ ആൾക്കാരും ലീപ്പ് ഒരു പ്രാവശ്യം ചെയ്തിരിക്കണം ലൈഫിൽ. അബ്സല്യൂട്ട്ലി. ഇത് കൂടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഫെസിലിറ്റേറ്റർ ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഓരോ ലീപ്പിൻ്റെ ഓരോ ആഴ്ചയിലും നിങ്ങൾ ആസ് എ ഫെസിലിറ്റേറ്റർ, ആസ് എ ടീച്ചർ, ആസ് എ ട്രെയിനർ, നിങ്ങൾ എന്താ എടുക്കുക, അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് രൂപത്തിലാണ് വരുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് രൂപത്തിൽ നിങ്ങൾക്കുണ്ടാവും. എന്താണ് പഠിപ്പിക്കുന്നത് എല്ലാത്തിനും ടെക്സ്റ്റ് ബുക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്ക് സെൻസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ കീഴിലാണ് വരുന്നത്. സെൻസിറ്റി എന്ന് വെച്ചാൽ സെൻസീസ് യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ നടത്തണം അതേപോലെ ആക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശം. അതായത് വെരി ഹൈലി പ്രൊഫഷണലായിട്ട് അഫോർഡബിൾ ഫീസിൽ വേൾഡ് വൈഡ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് US ബേസ്ഡ് ചെയ്തിട്ടുള്ള മറ്റ് കൺട്രീസിലുള്ള ആൾക്കാരെ ആദ്യം, ഇപ്പോൾ ഞങ്ങൾ മലയാളീസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് തോന്നി ഇവിടെ അതിന് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വോണ്ട് ടു ഗ്രോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും വന്നത്. ഇപ്പോൾ രണ്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് പാരലായിട്ട് കൊണ്ടുവന്നു. സോ താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. എനിബഡി എൽസ്, എനി ക്വസ്റ്റ്യൻ യു കൻ ആസ്ക് മീ. സെൻസേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സെൻസേ, എൻ്റെ കൺസേൺ, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ടൈമിങ്ങിന്റെ കാര്യത്തിലാണ് എനിക്ക് സെൻസേ ഇപ്പോൾ MMA കാര്യത്തിൽ അതൊരു ക്ലാരിറ്റി തരും. ഇവിടെ ഓസ്ട്രേലിയ മുതൽ US വരെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, നോർമലി ഇപ്പൊ GCC കൺട്രീസിലുള്ളവർക്ക് MMA അവർ ഏത് ടൈമിങ്ങിലാണ് ചെയ്യുന്നത്? അത് അവർക്ക് ചിലർ രാവിലെ ആയിരിക്കും, ചിലർ വൈകുന്നേരം ആയിരിക്കും. വൈകുന്നേരത്ത് മിക്കവാറും നമ്മൾ വൈകുന്നേരത്തെ സെഷൻ 9 o'clock. ഓക്കെ, 9, അതായത് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത ആ ടൈമാണ്. മിക്കവാറും എല്ലാവരും ഉണ്ടാവില്ല. ചിലത് രാവിലെ 7:30 ഉണ്ട്. അപ്പോൾ ആർക്കാണ് ആവശ്യമുള്ളത്, ഏത് സമയത്താണ് ആവശ്യമുള്ളത്, അത് അവർ തിരഞ്ഞെടുക്കാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫ്ലെക്സിബിളാണ് ഞങ്ങൾ, ആ ഒരു രീതിയിൽ നമ്മൾ ഫ്ലെക്സിബിളാണ്. ഇത് ഞാൻ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, US മുതൽ ഓസ്ട്രേലിയ വരെ എല്ലാവരും, യൂറോപ്പിലുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് പ്രോഗ്രാമിനുണ്ട്. മലയാളീസ്, ഞാൻ പറഞ്ഞത് മലയാളീസ് ആട്ടോ. ഇതിൽ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ എടുക്കണം, മലയാളീസിനെ കൂടുതൽ എടുക്കണത്. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാനൊരു ആവറേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യാനാണ് താല്പര്യം. പക്ഷെ എനിക്കതിൽ പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? നിങ്ങൾ സംസാരിക്കുക തന്നെ, ധൈര്യത്തിൽ അങ്ങോട്ട് സംസാരിക്കുക. പേടിച്ചെന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? യെസ് ഓഫ് കോഴ്സ്. 0 to 10 ഹൗ മച്ച്? 11. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾ പുഷ് ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും നിങ്ങളെ പുഷ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ടാവും. മനസ്സിലായി? നിങ്ങൾ സേഫ്റ്റി സോണിൽ ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മലയാളത്തിൽ ജോയിൻ ചെയ്യുക. അല്ല എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ജോയിൻ ചെയ്യാം. ഓക്കെ, അത് കൂടാതെ ഇംഗ്ലീഷ് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചില ഏരിയാസ് മനസ്സിലാവില്ലെങ്കിൽ മലയാളം വീഡിയോസ് ഉണ്ട്, മനസ്സിലാവുണ്ടോ? മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അത് കൂടാതെ പിന്നെ ഇതുണ്ട്, മാസ്റ്റർ മൈൻഡ്, വ്യത്യസ്ത മാസ്റ്റർ മൈൻഡ്സ് ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കുക. അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻ, ഞങ്ങൾ റെസ്ട്രിക്ഷൻ കീപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എത്ര തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ നിങ്ങൾക്കൊരു ഫെസിലിറ്റേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റർ ആവും, ഫ്രീ ആയിട്ട് നിങ്ങൾക്കാവാം. ഓക്കെ, ആ ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമ്മൾ ഒരു ചാർജും ഇല്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരും, എന്തൊക്കെ ചെയ്യേണ്ടത്, എവിടെയൊക്കെ തെറ്റ് വന്ന് എങ്ങനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്ത് പെർസെൻറ്റേജാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫെസിലിറ്റേറ്ററാണ്, ട്രെയിനർ അല്ല, എങ്ങനെ ഒരു ഫെസിലിറ്റേറ്റർ ആവാം, എങ്ങനെ ഒരു ട്രെയിനർ ആവാം, അതൊക്കെ നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് പഠിക്കണമെന്ന് വെച്ചാൽ അത് പൈസ കൊടുക്കാതെ ഇവിടെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കണം. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരും എങ്ങനെ നിങ്ങൾ ഫെസിലിറ്റേറ്റർ ആവുന്നുള്ള. ഞങ്ങൾ മാസത്തിൽ 2-3 ആൾക്കാരെ ഫെസിലിറ്റേറ്റർ ആക്കി ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരു പൈസയും വാങ്ങിക്കില്ല. ഓക്കെ, നിങ്ങൾ ആ കോണ്ടന്റ് പഠിക്കുക, ലീഡർഷിപ്പ് പഠിപ്പിച്ചു കൊടുക്കുക. ദ മോർ യു ടീച്ച് ദ മോർ യു ലേൺ എന്ന് പറഞ്ഞ ഫിലോസഫി ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ അത്ര നല്ലൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു ലേണറായിട്ട് നിങ്ങൾക്ക് മാറും. അപ്പോൾ ആ ഒരു ഫിലോസഫിയാണ്. അല്ലാതെ കളിക്കാനായിട്ട് ഇവിടെ വരരുത്, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാൻ വരരുത്, ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വരരുത്. വളരെ സീരിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ആൾക്കാർ മാത്രം. അതാണ് ഞങ്ങൾ ഈ 25 years ആൻഡ് അബവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷൻസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഓണേഴ്സും ബിസിനസ് ലീഡേഴ്സും ഓണേഴ്സിന് ഞങ്ങൾ പറയാനുള്ള കാരണം കുറച്ച് പക്വത വന്നിട്ട് വളരാൻ താല്പര്യമുള്ളവർ മാത്രം. നിങ്ങൾക്ക് 2 ആഴ്ച ഉണ്ട്, നിങ്ങൾക്ക് 2 ആഴ്ച നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ളത്. നടക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കില്ല. ഞങ്ങൾ പല ആൾക്കാർക്ക് ഞങ്ങൾക്ക് റീഫണ്ട് കൊടുത്തിട്ടുണ്ട്, പലർക്കും. ഞങ്ങൾ 100% അല്ല, ചിലർക്ക് അത് ടൈമിങ് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് അത് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരു പ്രശ്നം ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കില്ല, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും.
ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ ഒന്ന് വിളിക്കട്ടെ. എത്ര പേർക്ക് ഇയാളെ അറിയാം? ഇയാളെന്നൊക്കെ ഞാൻ പറയാൻ കാരണം അത്ര ഞങ്ങൾ ക്ലോസ് ആട്ടോ, അതാണ് ഇയാളെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ എന്താ തോളത്ത് തോള് നടക്കുന്ന വ്യക്തികളാ. So what we are talking about is about Leap. ആ ലീപ്പിൻ്റെ ആദ്യത്തെ ബാച്ചിലാണ് റിയാസ് ഒക്കെ വന്നിട്ടുള്ളത്. വിശ്വസിച്ച് വന്ന ഏറ്റവും ടോപ്പ് ലെവൽ ലീഡേഴ്സിൽ ഒരു വ്യക്തി റിയാസ്. ലീഡർ റിയാസ്, വാട്ട് ഈസ് യുവർ, മലയാളത്തിലും സംസാരിക്കാം ഇംഗ്ലീഷിലും കൂടെ സംസാരിക്കാം, ഇവിടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ബീങ് എ പാർട്ട് ഓഫ് ലീപ്പ്? Namaskaram, good evening. Now, one thing in one word, I always remind this statement: what you got here won't get you there. So, if you want to take your life forward, you need a leap. The word, what leap means to me was like, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിൽ ലീപ്പ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വാസ് എ ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, this one actually I started seeing since you had interaction start ചെയ്തു. Then I got registered. ഞാൻ ഈ പ്രോഗ്രാമിൽ സബ്സ്ക്രൈബ് ചെയ്തു. So the answer to me, ലീപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ലൈഫിൽ കിട്ടിയ ഒരു വലിയ ഡിഫറൻസ്, I was plugged into a different frequency altogether. നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മളുടെ കണക്ടിവിറ്റി, നമ്മളുടെ നെറ്റ്വർക്ക്, എവറിത്തിങ് ഹാവ് ഗോട്ട് ചേഞ്ച്. സോ അത് ഐ ഡോണ്ട്, യു ഓൾ മൈറ്റ് നോ, ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു ബിസിനസ്സിനെയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ ഒന്നും അങ്ങനെ പബ്ലിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യാനൊന്നും പോവാത്ത ആളാണ്. ബട്ട് what I am sharing right now is my life. നമുക്ക് ലൈഫ്, ഞാൻ സെൻസിയെ പരിചയപ്പെടുന്ന സമയത്ത്, ഓർ ലെറ്റ് മീ പുട്ട് ഇൻ ദിസ് വേ, ബിഫോർ ലീപ്പ് ആൻഡ് ആഫ്റ്റർ ലീപ്പ്. ബിഫോർ ലീപ്പ് ഐ വാസ് പ്രിറ്റി നോൺ ടു സം പീപ്പിൾ. എന്നെ അന്നും അറിയായിരുന്നു ആൾക്കാർക്കൊക്കെ. പക്ഷേ ഞാൻ ആൾക്കാരെ അറിയുന്ന രീതി, എന്നെ ആൾക്കാർക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ ആൾക്കാരെ അറിയുന്ന രീതി, ഞാൻ ആൾക്കാരെ കൺസീവ് ചെയ്യുന്ന രീതി, ഞാൻ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി has completely changed. അത് ഞാൻ വിശ്വസിക്കുന്നത്, when you have that passion, when you have that purpose to serve people selflessly, when you become selfishly selfless, ഞാൻ അങ്ങനെ തന്നെ അത് പറയും. സെൻസി is a man of selfishness with selflessness. ബിക്കോസ് നമ്മൾ ചില സമയത്തെങ്കിലും നമ്മൾ സെൽഫിഷ് ആവും. അപ്പം സെൽഫ്ലെസ് ആകാനായിട്ട് സെൽഫിഷ് ആകുന്ന ഒരു ആൾക്ക് ചുറ്റുമുള്ള കുറേ മനുഷ്യരും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. എൻ്റെ പേഴ്സണലി സ്പീക്കിംഗ്, എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഐ എം വെരി ഷുവർ leaders out here, like 32 leaders, including me, would definitely create huge transformations in your life, for sure. Other first will happen in your mind, in your heart, then you will start seeing those changes around you. Physical changes, so for me, leap is nothing but transformation, life transformation. Wherever you are, whatever shape, whatever size you are right now, that's completely fine, accepted. Plug into leap and you're going to be a different person altogether, for sure. Thank you. റിയാസ്, ഫസ്റ്റിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു കളി, ഒരു തമാശ നടക്കില്ലായിരുന്നു. ബി സ്ട്രിക്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്, ബീയിങ് സ്ട്രിക്ട്? ഞാൻ ഫീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നല്ല ഫീസ് വാങ്ങിച്ചിട്ടുണ്ട്. I have paid him, I think, a lot of money. സെൻസി പിന്നെ ഞാനും സെൻസി പാർട്ണർ ചെയ്ത് ഞങ്ങളൊക്കെ ഒരുപാട് സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചെറിയ സെഷൻസും വലിയ സെഷൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ലെറ്റ് മീ പുട്ട് ഇൻ ദിസ് വേ, വി വർ വെരി പ്രൊഫഷണൽ in all the aspects. ഞാൻ സെൻസി, I think I have booked this session for half an hour for more than 15,000 rupees, if I'm not wrong. Half an hour. So kind of values നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. And when you have that sort of confidence that you can add value, you can price premium. And I always believe, and even we both sell high tickets. And we don't work on free, low ticket. We sell it for free. We've been working, we are giving a lot to the community. We both run a platform called Human Shop, where we don't charge we don't charge fees on any subscription.
But when it comes to a certain platform where you are sure that you can get the best out, I would say that don't look at your pocket, don't look at your bag, and look at the future, look at the brightness that you can create from that investment. The best investment that anyone can give is the investment that you invest for yourself. When you invest in real estate, it'll work. You come to Dubai, invest on real estate, but before that you come to Leap and invest on yourself, so that you can see the differences on your perspectives. നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആശയങ്ങളും കാഴ്ചപ്പാടും ഇതൊക്കെ മാറിപ്പോകും കേട്ടോ. അത് സെൻസി again, having said that, he is a very strict teacher, and he don't go left and right, straight to the point. When he say A, that means A, not in a capital letter, small letter ഒന്നുമില്ല. A is A. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഞാൻ ഈ ക്ലാരിറ്റി എങ്ങനെ നമ്മുടെ കോൺവെർസേഷനിലും കമ്മ്യൂണിക്കേഷനിലും നമ്മുടെ ഡിസ്കഷനിലും നെഗോഷിയേഷനിലും ഒക്കെ കൊണ്ടുവരാമെന്ന് ഞാനും പഠിച്ചത് ഈ ഒരു സ്ട്രിക്ട് പോളിസീസ് ആണ് ലൈഫിൽ. നമുക്ക് വി ക്യാൻ ഹാവ് ദാറ്റ് ഫ്രെയിംവർക്ക്. സിൻസ് ഹി ടോക്സ് എ ലോട്ട് അബൌട്ട് ഫ്രെയിംവർക്സ്, യു മൈറ്റ് സീ ദി ഇൻസ്റ്റഗ്രാം ലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ഈ ഫ്രെയിംവർക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഇമാജിൻ അത്തരം ഫ്രെയിംവർക്സ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ശരിക്കും ലൈഫ് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങുന്നത്. ഫ്രെയിംവർക്ക് കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫ് ഒന്നും ചേഞ്ച് ആവില്ല. യു ഹാവ് ടു അപ്ലൈ ദോസ് ഫ്രെയിംവർക്ക്, ആൻഡ് വെൻ യു അപ്ലൈ സച്ച് ഫ്രെയിംവർക്സ് യു ഹാവ് ടു എക്സസൈസ് ഡിസിപ്ലിൻ. ഡിറ്റർമിനേഷനും ഡിസിപ്ലിനും ഡെഡിക്കേഷനും ഒക്കെ വരുമ്പോഴാണ് ശരിക്കും ഈ ഫ്രെയിംവർക്കൊക്കെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു പേഴ്സൺ ലൈക്ക് സെൻസി വിത്ത് എ ബിഗ് സ്റ്റിക്ക് is required. He will come and he will show the stick. And I believe I will show carrot, and Sensei will take the stick. That's exactly what I was about to say. ഞങ്ങൾ രണ്ടാളും നമ്മൾ അടിപൊളി പാർട്ട്നേഴ്സാണ്. ഓക്കെ, ഞങ്ങൾ ചങ്ക എന്ന് പറയും. ഇവിടെ രണ്ട് വ്യത്യാസമുണ്ട്. ഞാൻ സ്ട്രിക്റ്റ് ആണ്, ഞാൻ ലോജിക്കലാണ്. ഇവിടെ മറ്റാൾ ഫുൾ ഇമോഷണലാണ്. രണ്ടാളും ഇമോഷണൽ ആണെങ്കിൽ നടക്കാൻ പോകില്ല, രണ്ടാളും ലോജിക്കലാണെങ്കിൽ നടക്കാൻ പോകില്ല. ഞങ്ങൾ ഈ പാർട്ട്ണർഷിപ്പ് എന്തുകൊണ്ടാണ് എങ്ങനെ നടക്കുക വെച്ചാൽ രണ്ടാളും വ്യത്യസ്ത ലീഡർഷിപ്പിനെ രണ്ടും വ്യത്യസ്ത രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഒരാൾ ഇമോഷണൽ രീതിയിൽ നിന്നാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നത്, ഒരാൾ ലോജിക്കൽ രീതിയിലാണ് ടാക്കിൾ ചെയ്തത്. അപ്പോൾ ഒരു ഓഡിയൻസിന് കിട്ടുന്ന രണ്ട് ഫ്രെയിം വർക്കാണ് കിട്ടുന്നത്, രണ്ട് ആസ്പെക്ട്സിനാണ് കിട്ടുന്നത്. ദാറ്റ്സ് ദ റീസൺ വി ഹാഡ് എ വെരി ഗുഡ് സക്സസ് ഓൺ 14th of December. ഞങ്ങൾക്ക് നടത്തിയ ഹ്യൂമാക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കാലിക്കറ്റ്. ഒരിക്കലും ആരും വിജയിക്കില്ല എന്ന് പറഞ്ഞ പ്രോഗ്രാം ഹൗസ് ഫുള്ളായിരുന്നു. അതിൽ സീറ്റ്സ് കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. 500 സീറ്റ്സ്. ആരൊക്കെ വന്നിരുന്നു ഹ്യൂമാക്സിൻ്റെ പ്രോഗ്രാമിൽ കാലിക്കറ്റ് December 14 വിജയിക്കില്ല എന്ന് പറഞ്ഞ എല്ലാവരും അതിശയിച്ചു പോയി. ഞങ്ങൾ പറഞ്ഞത് ലാസ്റ്റിൽ എത്തുമ്പോൾ എല്ലാവരും കരയുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും കരയും. ആരും ഇവിടെ വന്നിട്ട് മോട്ടിവേറ്റഡ് ആവില്ല, എല്ലാവരും കരയും. അവിടെ ഉണ്ടായിരുന്ന 500 പേരും കരഞ്ഞെന്നുള്ള 500 പേരും അവിടെ കരഞ്ഞെന്നുള്ള അത്ര ഞങ്ങൾ വിചാരിച്ച രീതിയിൽ അത് വിജയിപ്പിക്കാൻ പറ്റി. ഇനി അടുത്ത ഹ്യൂമാക്സ് നടക്കാൻ പോകുന്നുണ്ട്. ഡേറ്റ് പറയണോ ഇന്ന്? The next Humax is going to come very, very soon. But very, very soon. But not in India. It's going to be somewhere else. Okay? Absolutely. It's going to be somewhere else, and get waited for that. So thank you very much. Thanks a lot, leader Riaz, my brother. And thanks a lot. And you all are going to watch our interview very soon. Okay, we both are going to sit together and we're going to have a fantastic interview which you all will really enjoy. Thanks a lot. I say thank you to Leader Riaz, all of you, those who are there. Thank you all. It's my pleasure to be with Eagles. I'm sure when Sensei invite people, he will only attract Eagles. I'm sure 32 people, including me, we all are Eagles. We'll fly high. We'll make a huge difference, not just in our life, but in the life of people around us. I'm sure about it. Thank you so much. Thank you. Love you all. Thank you. God bless. You too. ഞാൻ ജോയിൻ ചെയ്തിട്ട് സെൻസി റിയാസ്. എനിക്ക് ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഞാൻ ചോദ്യങ്ങളുടെ പിന്നാലെ അധികം പോവാറില്ല. ഓക്കെ, ഗ്രേറ്റ്. കാരണം ഇത് നിങ്ങൾ പഠിക്കും. നിങ്ങൾ ആദ്യത്തെ ആഴ്ച അത് പറഞ്ഞുതരാം എന്താണ് ആദ്യത്തെ ആഴ്ച പഠിക്കുക. ആദ്യത്തെ ആഴ്ച ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആദ്യത്തെ ആഴ്ച എന്താ പഠിക്കുന്നല്ലോ? ആരെങ്കിലും ഇവിടെ ആർക്കാ അറിയാം? വാട്ട് ഡു യു ലേൺ? ടൈപ്സ് ഓഫ് പീപ്പിൾ. ഉത്തരങ്ങൾ ഇങ്ങനെ വരും. തത്ത പറഞ്ഞ പോലെ ഇങ്ങനെ ഉത്തരങ്ങൾ വരും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവർ പഠിപ്പിച്ചിരും നിങ്ങൾക്ക്. ഇത് ടീച്ചേഴ്സ് ഒന്നുമില്ല, അവർ സ്റ്റുഡൻസാണ്. അവർ പഠിപ്പിച്ചിരും നിങ്ങൾക്ക് എന്താണെന്നുള്ള 7 തരത്തിലുള്ള ആൾക്കാർ. നിങ്ങൾ ഒരിക്കലും ആവാൻ പാടില്ലാത്ത 7 തരത്തിലുള്ള ആൾക്കാരാണ്. അതങ്ങോട്ട് പഠിപ്പിച്ചു തരും. അത് എല്ലാം ഇവിടെ ഉണ്ടാവും. കാരണം ലീഡർഷിപ്പ് ഇസ് ഹിയർ.
അതിൽ ഒരു കാറ്റഗറി ഉണ്ട്. അവരെ പറഞ്ഞത് ഓവർ തിങ്കേഴ്സ് എന്നാണ് പറയല്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങൾ കൂടുതൽ ഞാൻ ചോദിക്കാറില്ല എന്ന്, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ 7 കാറ്റഗറിയിൽ പെടാത്ത ആളാണ്. അതായത് 7 കാറ്റഗറി നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയില്ല. ആ 7 കാറ്റഗറിയിൽ പെടാത്ത വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലീഡറിൻ്റെ ഇതാണ് ക്വാളിറ്റി അവിടെ കാണിച്ചിട്ടുള്ളത്. എത്ര പേർക്ക് മനസ്സിലായി? ഒരു വ്യക്തിനോട് നമുക്ക് സംസാരിച്ചാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ആളുടെ അടുത്തുണ്ടോ. 5 മിനിറ്റ് ഒരു വ്യക്തിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ആരോടും സംസാരിക്കണം വെച്ചാൽ ആ വ്യക്തി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ ഇല്ല, ക്ലാരിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ള ഓട്ടോമാറ്റിക് മനസ്സിലാവും നിങ്ങൾക്ക്. വൈ? ബിക്കോസ് നിങ്ങൾക്ക് ലീഡർഷിപ്പ് എല്ലാം നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. ഹായ് സെൻസി. ഹായ്. സെൻസിന്റെ ഒരു സ്റ്റുഡന്റിന്റെ ടെസ്റ്റിമോണിയലാണ് ഞാനിവിടെ അറിയിക്കുന്നത്. കാരണം എൻ്റെ വൈഫ് ലീപ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം 2 വീക്ക് കഴിഞ്ഞാൽ അപ്പോഴും എന്നോട് ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഇത് ഓരോ കാര്യങ്ങളും പുതുതായിട്ട് അറിയും. ഇന്ന് പഠിച്ചതാണ്. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയാ, സെൻസിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പഠിച്ചിട്ട് വരുമ്പം ഒരാള് ആ മേഖലയില് ഇതേമാതിരി ഇങ്ങനെ കുറെ ടീമിന് ഉണ്ടാക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇതെല്ലാരും ഇങ്ങനെ തന്നെയാണോ? കാരണം നിങ്ങൾ ഇങ്ങനെ ആവരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ഇങ്ങനെയാണ്. അപ്പൊ ഭയങ്കര ഒരു ഇതാ. അപ്പൊ ഞാൻ പറയാം എനിക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരണം കേട്ടോ, പറഞ്ഞു തരുമ്പോ എനിക്ക് കൂടുതൽ എനർജി വരുന്നുണ്ട്. എനിക്ക് നഷ്ടമാണത്. എനിക്ക് നഷ്ടം. ഇവിടെ പഠിക്കണൊക്കെ അവിടെ പഠിപ്പിച്ചെടുത്താൽ എനിക്ക് കിട്ടുന്ന ഫീസ് കിട്ടാതെ 15,000 നിങ്ങൾ അരിയിലും മണ്ണ് വരിയുടെ. ഇപ്പൊ പറഞ്ഞോളൂ. നല്ല രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. അല്ല അതല്ല, ഞാൻ അതാ പറഞ്ഞത്, ഒരാളെ ഒരു പ്രൊഡക്ടിവിറ്റി അത്രയും അവര് ഇങ്ങനെ ഗെയിൻ ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കില്ല, ഞാന് ലീപ്സ് ഇത്രമാത്രം ഒരു പവർഫുൾ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പം എന്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇതിലൂടെ എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്തും എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര കുറച്ചും കൂടി ഇതാക്കി എടുത്തു. ഞാനെപ്പോഴും ഞാനതാ ഇങ്ങനെ നോക്കല്, ലീപ്സില് എത്രമാത്രം കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെ അതേമാതിരി തന്നെ ഇത് എന്താ പറയാ, ഒരു മെത്തേഡ് രീതിയിൽ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലുത്. ആ ഒരു ഇപ്പൊ എനിക്ക് വേണ്ട ഒരു മെത്തേഡ് അവൾ എന്നോട് പറയും. എന്റെ ബിയോണ്ട് നമ്മുടെ സിബ്ലിങ്സിനൊക്കെ വേണ്ട മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ, അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പം അവര് വിചാരിക്കും ഇതെന്താ ഒരു പുതിയൊരു വലിയൊരു എന്തോ ആരും കേൾക്കാത്തൊരു ആശയമാണ് പുറത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ അവർക്കത് ഭയങ്കര സംഭവമാണ്. അവർ പറയുമ്പോ എന്ത് വലിയ കോച്ചാറ്റാന്നുണ്ടോ. ഇത് കാരണം വെച്ചാൽ ഇവിടെ താങ്ക് യു വെരി മച്ച് ഷെയർ ചെയ്തതിന് താങ്ക് യു. ഇത് ഇങ്ങനെ ആവാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ട്രെയിനേഴ്സ് അല്ല ഇവിടെ വെക്കുന്നത്, അത് മനസ്സിലാക്കാം. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം, അത് ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. ഇവിടെ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 പേരും വ്യത്യാസമുണ്ട്. റൈറ്റ്? 10 ആൾ യുണീക്കാണ്. ഒരാളുടെ ശരി മറ്റാളുടെ തെറ്റ്, എൻ്റെ ശരി നിങ്ങളുടെ തെറ്റാണ്, നിങ്ങളുടെ ശരി എൻ്റെ തെറ്റാണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ ഭരിക്കാനോ പോരുത്, പഠിപ്പിക്കാനോ പോരുത്, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ചെയ്യല്ലേ. ഫെസിലിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ കൊണ്ട് ഉത്തരം പുറത്തേക്ക് കൊണ്ടുവരണം. നിങ്ങൾ യൂട്യൂബിൽ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അത് കോച്ചിങ് ആണ്. കോച്ചിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റേഷൻ്റെ ഒരു ഭാഗമാണ് കോച്ചിങ്. ഞാൻ യൂട്യൂബിൽ ഒരിക്കലും ആർക്കും ഞാൻ മറുപടി കൊടുക്കാറില്ല, ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല. ഞാൻ അവരോട് ചോദിക്കുകയേ ചെയ്യല്. അപ്പോൾ അവരെ പൊട്ടൻഷ്യൽ, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തുക, നിങ്ങളൊരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിനെ അടിച്ചമർത്തുക ചെയ്യുക. അതൊരിക്കലും ഇവിടുത്തെ ഫെസിലിറ്റേറ്റേഴ്സ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് അതാണ്. 80-20 പ്രിൻസിപ്പിൾ ഞങ്ങൾ അപ്ലൈ ചെയ്യില്ല. എല്ലാ ക്ലാസ്സിലും 80-20 പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യില്ല. 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ 80-20 പ്രിൻസിപ്പിൾ, ഫെസിലിറ്റേഷൻ്റെ 80-20 പ്രിൻസിപ്പിൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതാണ് ഞങ്ങൾ എല്ലാ ഫെസിലിറ്റേറ്റേഴ്സിനും നിർബന്ധമായിട്ട് അവർ ആ 80-20 പ്രിൻസിപ്പിൾ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ X3 എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. X3 അവർ അപ്ലൈ. നിങ്ങൾ നാളെ ഫെസിലിറ്റേറ്റർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇത് എന്താണ് 80-20യും X3 എന്നുള്ള എന്താണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. X3 അല്ല 3X. അതെ, അത് എനിക്കത് തോന്നാറുണ്ട്. കാരണം നമ്മളെ ഉള്ളിൽ നിന്നാണ് ഇവരെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് വേറൊന്നും അത് ചെയ്യണം, ഇത് നിർബന്ധിതമാണെന്നുള്ളൊരു ഘട്ട ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള കാര്യം. പക്ഷെ അത് ആ ഒരു ട്രെയിനിങ് മെത്തേഡ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ എനർജി, അത് കൊണ്ടുവരാനുള്ള ട്രെയിനിങ് ഭയങ്കരമാണ്. അത് ഞാൻ എപ്പോഴും അത് സെൻസിന്റെ ലീപ്പിൽ ഭയങ്കരമാണ്. അത് ഇപ്പം ഇവരെല്ലാം വേറൊരാളെ വെച്ച് കഴിഞ്ഞാലും എന്നോട് ആ രീതിയിൽ തന്നെയാണ് അവരും എന്നോട് പറഞ്ഞത്. നല്ലൊരു
ഭയങ്കര സെക്ഷനാണ്. അത് നിങ്ങൾ ഏതൊരു MMA പോയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എല്ലാവരും ആ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യേണ്ടാവുക. ഇതിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്തില്ല, പക്ഷേ ഇവിടെ ഒരുപാട് ഹസ്ബൻഡ് വൈഫ്സ് ഉണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇത് പക്ഷേ ഭയങ്കര രസം വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഭാര്യയും ഭർത്താവും മക്കളും പാരൻസും ഉണ്ട് ഇതിൽ. അവരെല്ലാവരും പറയില്ല എൻ്റെ ഭാര്യൻ്റെ ഗ്രൂപ്പിൽ എന്നെ ഇടരുതെന്ന് പറയില്ല. കാരണം അവർ പഠിക്കുന്ന വേറെ കോച്ചിൻ്റെ അടുത്തായിരിക്കും, വേറെ ഫെസിലിറ്റേറ്ററിനായിരിക്കും, മറ്റേ ആൾ പഠിക്കുന്ന വേറെ ഫെസിലിറ്റി, എന്നിട്ട് അവർ തമ്മിൽ പഠിക്കണ്ടാവും. വീട്ടിൽ പോയി ചിലപ്പോൾ പഠിക്കണ്ടാവും, വ്യത്യാസ സ്റ്റൈലാണ് അവർ പഠിക്കണ്ടാവും. ചിലർ ഹസ്ബൻഡ് മലയാളം, വൈഫ് ഇംഗ്ലീഷ്, അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെ ചെയ്യേണ്ടത്. ഞങ്ങൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇന്ന് ഒരു സംഭവം നടന്നു. ഇന്ന് ഇവിടെ ലീപ്പ് ഫെബ്രുവരി ബാച്ചിലൊരു കുട്ടി, ആ കുട്ടി പോയിട്ട് ലീപ്പിൽ പഠിച്ചത് പറഞ്ഞപ്പം ബ്രദർ അത് കേട്ടിട്ട് ബ്രദർ ഇന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പോയിട്ടുണ്ട്. ബ്രദർ കേട്ടിട്ട് ഒറ്റ ക്ലാസ് കേട്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ബ്രദർ ജോയിൻ ചെയ്യാൻ വന്നു. അതേപോലെ തന്നെ 2 ആഴ്ച മുമ്പ് ഒരു കുട്ടി യാത്രയിൽ ഈ ലീപ്പിൻ്റെ പ്രോഗ്രാം ലൈവ് സെഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പം എളാപ്പ എന്നാണ് പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു ഫാദറിൻ്റെ അനിയനാന്ന് തോന്നുന്നു. ഫാദറിൻ്റെ അനിയനും ആ സെഷൻ കേട്ടിട്ട് കരയായിരുന്നു അത്ര. കരഞ്ഞിട്ട് ആ വ്യക്തി ജോയിൻ ചെയ്തു കഴിഞ്ഞു, മാർച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. വൈ? ബിക്കോസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അത് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നാണ് നമ്മൾക്ക് ആ കരച്ചിൽ വരുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ് വെൻ വി ടോക്ക് അബൌട്ട് ലീപ്പ് ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ആസ്ക്. സെൻസി, ഒരു കാര്യം കൂടി പറയട്ടെ. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ. ഞാൻ ഈ ഫെസിലിറ്റർമാരില്ലേ നിങ്ങൾ നിയമിക്കുന്നത് ഈ ലീഡർഷിപ്പിലൂടെ, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംരംഭം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലല്ല, ഇന്ത്യയിലും ഇല്ല, ലോകത്തും ഇല്ല. എനിക്ക് ഫെസിലിറ്റേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ 15 ലക്ഷം കൊടുത്തിട്ട് ഓരോന്നിനും അയക്കണം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ജോൺ മാക്സ്വെല്ലോ മറ്റൊക്കെ 15 ലക്ഷത്തിന് താഴില്ല. നിങ്ങൾ അത് US പോയിട്ട് അവിടെ പോയി ഓൺലൈനല്ല അവിടെ പോയി പഠിക്കണം. US പോയിട്ട് നിങ്ങൾ തല കുത്തി മറിഞ്ഞിട്ട് 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ലൈസൻസും സർട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇത് വളർത്തിയെടുക്കാന്നുള്ളതാ, ഫെസിലിറ്റേറ്റേഴ്സിനെ വളർത്തിയെടുക്കാം. അപ്പൊ ആർക്കും ആശയമുള്ള, ആർക്കാണ് ആഗ്രഹമുള്ള, അവർ ഓട്ടോമാറ്റിക് ആയിട്ട് മുമ്പോട്ട് വരും. അല്ലാത്തവരും അതേപോലെ സ്റ്റുഡന്റ് ആയിട്ട് തന്നെ കഴിഞ്ഞു പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് ഇതിനൊരു വലിയൊരു ലൈഫ് ലോങ് ഗ്രോത്ത് ഞാൻ കാണുന്നുണ്ട്. കാരണം കേരളത്തിൽ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഈ മേഖലയില് പിന്നീട് അങ്ങോട്ട് നടന്നു പോവാൻ പറ്റാത്ത, മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയും കേരളത്തിലുണ്ട്. എനിക്കറിയാം, ഞാൻ ഈ മേഖലയിലൂടെ നല്ലോണം സഞ്ചരിച്ച ആളാണ്. അപ്പൊ ഇതിന് ഒരുപാട് ഭാവിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല. ഒരുപാട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിന് കാരണം ഞങ്ങൾ അഫോർഡബിൾ ആക്കി വെച്ചിട്ടുള്ളത് 15,000 റുപ്യ എന്ന് വെച്ചാൽ അഫോർഡബിളാണ്. കാരണം ഒരിക്കലും അത് ചീപ്പ് ആവണില്ല, അത് കൂടാതെ വളരെ എക്സ്പെൻസീവ് ആവണില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫിഗർ 15,000 എന്നുള്ള 6 മന്ത്സിന് 15,000 ആ ഫിഗറിലേക്ക് വരാനുള്ള കാരണം അങ്ങനെ. Alright, those who want to register for the program, here are the account details. നിങ്ങൾ ജസ്റ്റ് 1,000 റുപ്യ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ദാറ്റ് ഇസ് 100% മണി ബാക്ക് ആണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 2 ആഴ്ച എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. അവിടെ അക്കൗണ്ട് ഉണ്ട്, GPay ഉണ്ട്. അത് കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് ആണ്. ആ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 14 ദിവസം നിങ്ങൾക്ക് ഞങ്ങളൊപ്പം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വന്നാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് പറ്റിയതെല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു ചോദ്യവും ചോദിക്കില്ല. നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചത് അത് ഞങ്ങളെ വക ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റായി മാറും. സോ ഐ വോണ്ട് യു ടു ടൈപ്പ് ദാറ്റ് ആസ് എ ഗിഫ്റ്റ്. ഞങ്ങളെ ഗിഫ്റ്റാണ്. നിങ്ങൾ വന്നിട്ട് 14 ദിവസം പഠിച്ച് നിങ്ങൾ പോകണമെങ്കിൽ 14 ദിവസം പഠിച്ചോളൂ, അത് നന്നായിക്കോളൂ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമമില്ല. കാരണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാന്നുള്ള ആ ഒരു ഞങ്ങളെ ഇൻറ്റൻഷൻ, ഞങ്ങളുടെ വിഷന്, ഞങ്ങളുടെ പേർപ്പസും ഒക്കെ വളരെ വളരെ ക്ലിയർ ആണ്. അപ്പോൾ ശരിക്ക് ഇത് ലാസ്റ്റ് വരെ ആർക്കാണോ എത്തിക്കാൻ പറ്റുക അവർ മാത്രം ഇതിന് ജോയിൻ ചെയ്യാൻ വരിക. ആൻഡ് വി വിൽ ഹാൻഡ് ഹോൾഡ് യു. ഞങ്ങൾ ചാലഞ്ച് ചെയ്യും, നിങ്ങളെ ചാലഞ്ച് ചെയ്തിട്ട് നിങ്ങളെ പൊട്ടൻഷ്യൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഈ 6 മന്തിന്റെ ക്യാഷ് ആണോ നമ്മൾ ഫസ്റ്റ് പേ ചെയ്യേണ്ടത്? അതെ 6 മന്ത്സ്. അത് കാരണം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എല്ലാവർക്കും അത് ബാധിക്കാതിരിക്കും. കാരണം 1 ഇയർ എന്ന് പറഞ്ഞാൽ 30,000 റുപ്യ അത് ഞങ്ങൾ വാങ്ങിക്കില്ല. നിങ്ങൾ ആദ്യം നിങ്ങൾ 1,000 തന്നോളൂ, എന്നിട്ട് നിങ്ങൾ 6 മാസത്തെ 15,000 തന്നോളൂ. അതിനുശേഷം 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നു ഇത് നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്താം. എല്ലാം നമ്മൾ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അല്ല നിങ്ങളടുത്ത് 30,000 ഞങ്ങൾ വേറെ കോഴ്സുകളൊക്കെ 1,20,000 1,50,000 റുപ്യൻ്റെ കോഴ്സൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇത് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കോഴ്സ് അല്ല ഹൈ എൻഡ് കോഴ്സുകളാണ്. വെറും 10 ദിവസത്തിനാണ് 1,50,000 റുപ്യ കേട്ടോ. വെറും 10 മണിക്കൂറിനാണ്, അല്ല ഒരു വർഷത്തിനല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എന്തായാലും ജോയിൻ ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഷുവർ.